ഹമാസിനെതിരെ യുഎൻ അന്താരാഷ്ട്ര വേദിയിൽ ആഞ്ഞടിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. നിങ്ങളുടെ ആയുധങ്ങൾ താഴെ വയ്ക്കുക, എൻ്റെ ജനങ്ങളെ വിട്ടയക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ ജീവിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇസ്രായേൽ നിങ്ങളെ വേട്ടയാടുമെന്നും ഒരു സമ്മർദ്ദത്തിനും ഇസ്രായേൽ വഴങ്ങില്ല എന്നും യുദ്ധം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. യുഎന്നിലെ നെതന്യാഹുവിൻ്റെ പ്രസംഗമാകട്ടെ ബഹിഷ്കരിച്ചുകൊണ്ട് ഒരു ഭൂരിഭാഗം വരുന്ന രാജ്യങ്ങളിലെ നേതാക്കൾ ഇറങ്ങിപ്പോയി എന്ന റിപ്പോർട്ടുകളടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം വേദിയിലാകട്ടെ ഉറച്ച ശബ്ദത്തിലാണ് പ്രസംഗം നടത്തിയത്. മറ്റു രാജ്യങ്ങളിലെ നേതാക്കൾക്ക് ഇത് ദഹിച്ചില്ല എന്നതും അവർ ഇറങ്ങിപ്പോകാൻ ഒരു കാരണമായി തന്നെ പറയപ്പെടുന്നു. ഹമാസിന്റെ ഭീഷണി എല്ലാം തന്നെ ഇല്ലാതാക്കുമെന്നും അതുവരെ യുദ്ധം തുടരുമെന്നുമാണ് അദ്ദേഹം അന്താരാഷ്ട്ര വേദിയിൽ പ്രഖ്യാപനം നടത്തിയത്. ഇസ്രായേൽ ഗാസയിൽ തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കുമെന്നും അത് എത്രയും വേഗം ചെയ്യുമെന്നും അദ്ദേഹം ഇവിടെ അടിവരയിട്ട് വ്യക്തമാക്കുകയും ചെയ്തു. ഹമാസ് നേതാക്കളോട് കീഴടങ്ങുക, ആയുധങ്ങൾ താഴെ വെക്കുക, ബന്ധുക്കളെ മോചിപ്പിക്കുക എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇറാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഭീഷണിയാണ് എന്നും ഇറാനെതിരായ ഉപരോധങ്ങൾ തുടരുമെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം നിരവധി രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് നെതന്യാഹുവിന്റെ പ്രസംഗം ബഹിഷ്കരിച്ചതും. നെതന്യാഹു സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ എത്തിയതും നയതന്ത്രജ്ഞർ യുഎൻ പൊതുസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. നെതന്യാഹു സംസാരിക്കുമ്പോൾ ഒരു ഭാഗത്തു നിന്ന് അദ്ദേഹത്തിനെതിരായ കൂക്കിവിളികൾ ഉയർന്നപ്പോൾ എന്നാൽ മറ്റൊരു കോണിൽ നിന്ന് ഇസ്രായേൽ പ്രതിനിധികളുടെ കയ്യടികൾ ഉയരുകയാണ് ചെയ്തത്. പ്രധാന സഖ്യകക്ഷിയായ യുഎന്റെ പ്രതിനിധികൾ ഹാളിൽ തന്നെ തുടരുകയും ചെയ്തു. എന്നാൽ യുഎസിന്റെയും യുകെയുടെയും യുഎനിലെയും അംബാസിഡർമാരടക്കമുള്ള ഉന്നത നയതന്ത്രജ്ഞരുടെ അസാന്നിധ്യവും വളരെ ശ്രദ്ധേയമായി തന്നെ കണക്കാക്കാൻ നമുക്ക് സാധിക്കും. പകരം അവിടെ ജൂറിയായിട്ടുള്ളവരും താഴ്ന്ന തസ്തികയിലുള്ള ഉദ്യോഗസ്ഥരുമാണ് നെതന്യാഹുവിനെ കേൾക്കാനായി തന്നെ അവിടെ ഇരുന്നതെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നെതന്യാഹു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രശംസിക്കുകയും അദ്ദേഹത്തിനെതിരായ വധശ്രമങ്ങളെക്കുറിച്ച് അവിടെ എടുത്തു പറയുകയും ചെയ്തപ്പോൾ യുഎസ് പ്രതിനിധികൾ ആവേശത്തോടെ അത് സ്വീകരിക്കുന്നതും കാണാൻ സാധിച്ചു. പ്രസംഗത്തിൽ പലപ്പോഴായി തന്നെ അദ്ദേഹം ട്രംപിനെ എടുത്തു പറയുകയും പ്രശംസിക്കുകയും ചെയ്തു എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. തനിക്കും ഇസ്രായേലിനെതിരായ നീക്കങ്ങൾക്കെതിരെ നെതന്യാഹു രൂക്ഷമായി തന്നെ ആ ഒരു ഭാഷയിൽ തന്നെ വിമർശിക്കുകയാണ് ചെയ്തത്. ലോക നേതാക്കൾ പക്ഷപാതപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന മാധ്യമങ്ങൾക്കും തീവ്ര ഇസ്ലാമിക പക്ഷക്കാർക്കും വഴങ്ങില്ല എന്നാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. ഫ്രാൻസും യുകെയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള തീരുമാനത്തോടും നെതന്യാഹു പ്രതികരിച്ചു. ഇത് തികച്ചും ഭ്രാന്തമാണ് എന്നും ഇസ്രായേലിന് അത് കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പാശ്ചാത്യ നേതാക്കൾ സമ്മർദ്ദത്തിന് വഴങ്ങിയിരിക്കാം. ഞാൻ ഒരു കാര്യം ഉറപ്പ് നൽകുന്നു, ഇസ്രായേൽ ഒന്നിനും തന്നെ വഴങ്ങില്ല. നിങ്ങളുടെ അപമാനകരമായ തീരുമാനം ജൂതർക്കും ലോകമെമ്പാടുമുള്ള നിരവധി പേർക്കും അതെതിരായ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്നതാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. അതേസമയം നെതന്യാഹു സംസാരിക്കുമ്പോൾ തന്നെ യുഎൻ ആസ്ഥാനത്തിന് പുറത്ത് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ടായിരുന്നു എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. ഗാസയിലെ തടവറകളിൽ കഴിയുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുക്കളുടെ കുടുംബാംഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നെതന്യാഹു പ്രസംഗം ആരംഭിച്ചത്. അതായത് അവിടെ ഇറാന്റെ ഭീകരവാദ അച്ചുതണ്ട് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു ഭൂപടം നെതന്യാഹു ഉയർത്തിക്കാട്ടുകയും ചെയ്തു. തുടർന്ന് ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഉൾപ്പെടെയുള്ള അവിടെ ആ മേഖലയിൽ ഉടനീളമുള്ള ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയാണ് ചെയ്തത്. ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിനെ പുനർനിർമ്മിച്ചുവെന്നും അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തുകൊണ്ടാണ് പ്രസംഗം നടത്തിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.